നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ബ്രിട്ടനിൽ അധികാരത്തിലേറിയ ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാർമറിന് അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ UK ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. അതോടൊപ്പം ഇന്ത്യൻ വംശജനായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ UK ബന്ധം സജീവമായിരുന്നതിന് അദ്ദേഹത്തിന് മോദി നന്ദിയും അറിയിച്ചു. നീറ്റ് PG പരീക്ഷ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റുകളായിട്ടാണ് പരീക്ഷ നടത്തുകയെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് അറിയിച്ചു. മാർക്ക് കുറഞ്ഞതിനോ അച്ചടക്കത്തിന്റെ ഭാഗമായോ ചുമതലപ്പെട്ട അധ്യാപകർ ശിക്ഷിക്കുന്നത് ബാലനീതി നിയമ ലംഘനമാകില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. കുട്ടികളുടെ നന്മയെ കരുതി അധ്യാപകർ ശിക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അച്ചടക്ക സംരക്ഷണം പ്രധാനമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേരളത്തിൽ BJPയുടെ വളർച്ച പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ചോർത്തുന്നുവെന്ന് CPM പ്രസിദ്ധീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ തലത്തിൽ സംഘടനയെ വൻ ദൗർലഭ്യം പിടികൂടിയിരിക്കുന്നുവെന്നും CPM 2 സീറ്റുകൾ നേടിയ തമിഴ്നാട്ടിലുൾപ്പെടെ ഇത് പ്രകടമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഘടനയെ ശക്തിപ്പെടുത്താനും ആശയപ്രചരണത്തിനും 12 നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം കൂടുന്നുവെന്നും ഇത് ചെറുക്കണമെന്നും CEC നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. റോഡുകളുടെ അറ്റകുറ്റപ്പണി പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതും വിവിധ പദ്ധതികളുടെ ഭാഗമായി കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതും കാരണം റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാവുകയും അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഗുരുതര സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അടിയന്തര പ്രമേയത്തിലൂടെ നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് PWDക്ക് ഉള്ളതെന്നും റോഡ് നിർമ്മാണത്തിനൊപ്പം പരിപാലനത്തിനും പരിഗണന നൽകുന്നുണ്ടെന്നും സംസ്ഥാനത്തെ റോഡുകളിൽ ഭൂരിപക്ഷവും ഗതാഗത യോഗ്യമാണെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. നടക്കാനുള്ള അവകാശം നിഷേധിച്ച സർക്കാരാണിതെന്നും എത്ര റോഡിലൂടെ എല്ലൊടിയാതെ യാത്ര ചെയ്യാനാകുമെന്നും നജീബ് കാന്തപുരം MLA നിയമസഭയിൽ ചോദിച്ചു. കുഴികൾ എണ്ണാനായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞത്, എന്നാൽ ഇപ്പോൾ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ എന്നും അദ്ദേഹം ചോദിച്ചു. യുദ്ധഭൂമിയിലൂടെ പോകുന്നത് പോലെയാണ് റോഡിലൂടെ പോകേണ്ടി വരുന്നതെന്നും റോഡിൽ വീണ് സ്ത്രീകൾക്ക് ഗർഭം പോലും അലസുന്നുവെന്നും ജനിക്കാതെ പോയ ആ കുഞ്ഞിൻ്റെ കാലനാണ് പൊതുമരാമത്ത് വകുപ്പെന്നും നജീബ് കാന്തപുരം വിമർശിച്ചു. നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുമെന്നും പരീക്ഷയുടെ രഹസ്യ സ്വഭാവത്തെ നിലവിലെ കാര്യങ്ങൾ ബാധിച്ചിട്ടില്ലെന്നും ക്രമക്കേടിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കടുത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ചില വ്യക്തികൾ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇത് പരീക്ഷയെ വ്യാപകമായി ബാധിച്ചിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സത്യസന്ധതയോടെയാണ് പരീക്ഷ എഴുതിയതെന്നും അവരെ ബാധിക്കുന്ന തീരുമാനം ഉണ്ടാകരുതെന്നും വിശ്വാസ്യത ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. മലപ്പുറത്ത് +1 സീറ്റിന് ക്ഷാമമുണ്ടെന്നും അധിക സീറ്റ് വേണമെന്നും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കമ്മിറ്റി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. സപ്ലിമെൻ്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ചാവണം ബാച്ച് തീരുമാനിക്കാനെന്ന് ശുപാർശയിൽ പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രിയോട് ആലോചിച്ച ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറത്തെ +1 അധിക ബാച്ചുകളുടെ എണ്ണം നിശ്ചയിക്കുമെന്നാണ് കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനം കേരളത്തിൽ തിരിച്ചടിയായെന്ന ആരോപണത്തെ മറികടക്കാൻ CPM ആശയപ്രചാരണത്തിനിറങ്ങുന്നു. മുസ്ലിം പ്രീണനം എന്നത് തെറ്റായ പ്രചരണമാണെന്നും മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടിയുടെ മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള സമീപനമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ സാഹചര്യം വിലയിരുത്തിയതും 4 മേഖലാ യോഗങ്ങളും കഴിഞ്ഞുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത വാസ്തവമില്ലാത്തതാണെന്നും തെറ്റായ പ്രചരണവേല ജനങ്ങൾ തള്ളുമെന്നും CPMൽ തർക്കവും ബഹളവുമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ഇത് ജനം തള്ളിക്കളയുമെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് ഈ മാസം 11-ന് കപ്പലെത്തുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ട്രയൽ 1
ട്രയൽ റൺ 12-ന് നടത്തുമെന്നും ഈ വർഷം തന്നെ കമ്മീഷനിങ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. താനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. സ്ഫോടനക്കേസിലെ 3-ാം പ്രതി അരുൺ, 4-ാം പ്രതി സബിൻ ലാൽ, 5-ാം പ്രതി അതുൽ എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ മാസമാണ് കേസിലെ 1-ാം പ്രതി ബിനീഷിനെ പോലീസ് പിടികൂടിയത്. 2-ാം പ്രതി ഷെറിൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടും പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കൊയിലാണ്ടി ഗുരുദേവ് കോളേജ് പ്രിൻസിപ്പാലിന് ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. തന്നെ അറസ്റ്റ് ചെയ്തെന്ന രീതിയിൽ SFI പ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്ന് പ്രിൻസിപ്പാൾ ആരോപിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയതിനെയാണ് തെറ്റായ പ്രചരണത്തിന് ഉപയോഗിച്ചതെന്നും പ്രിൻസിപ്പാൾ വിമർശിച്ചു. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മുതിർന്നവർ, വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട 6.88 ലക്ഷം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത്. അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനം മുൻകൂറായി നൽകിയത്. എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻകാരെ വലക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. മെട്രോയുടെ 2-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള നിർമ്മാണത്തിന്റെ പൈലിംഗ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 2017-ൽ സർക്കാർ അംഗീകരിച്ച ഇൻഫോ പാർക്ക് പാതയ്ക്ക് 2022-ലാണ് കേന്ദ്ര ക്യാബിനറ്റിന്റെ അനുമതി കിട്ടിയതെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു. എന്നാൽ പദ്ധതിക്കുള്ള തുക കേന്ദ്രം വെട്ടിക്കുറച്ചതോടെ വിദേശ വായ്പാ ഏജൻസി പിന്മാറിയതിനാൽ നിർമ്മാണം വീണ്ടും വൈകിയെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് തന്നാൽ കേരളം ഞങ്ങൾ എടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും BJPക്കായി യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും പാലക്കാട്ടെയും ചേലക്കരയിലെയും വിജയം ആഘോഷിക്കാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞാനുമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.